നിന്റെ മാത്രം സഖി ഭാഗം 13. എന്നോളം നിന്നെ മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല സായൂജ്. തിരികെ നടക്കുമ്പോൾ അവളുടെ മനസ്സ് പറഞ്ഞു. സംസാരിച്ചോ? ഏഞ്ചൽ ചോദിച്ചു. സംസാരിച്ചു, മിന്നു പറഞ്ഞു. തല്ലുവല്ലം കിട്ടിയോ മിന്നു? ലച്ചു ചോദിച്ചു. ഇല്ല ലച്ചു. എൻ്റെ കൃഷ്ണ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, ലച്ചു പറഞ്ഞു. ഹിമു, നീ വിഷമിക്കാതെ, എല്ലാം ശരിയാകും, മിന്നു അവളോട് പറഞ്ഞു. അങ്ങനെ വിശ്വസിക്കാം മിന്നു. ഹിമു ഒന്ന് നിശ്വസിച്ചു. എന്നാൽ നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ? ലച്ചു ചോദിച്ചു. എന്നാ വാ, റസു പറഞ്ഞു. ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരാളുടെ കണ്ണുകളിൽ മിന്നുവിനോടുള്ള പക എരിഞ്ഞു. സായൂജ് എൻ്റെയാണ്, എൻ്റെ മാത്രം. അവനിലേക്ക് അടുക്കാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഷിക, എന്താ ആൻ? അലക്സിനെ പ്രപ്പോസ് ചെയ്തില്ലേ? അതവളാണ്, ഏഞ്ചലിനെ കാണിച്ചുകൊണ്ട് ആൻ പറഞ്ഞു. അവൾക്ക് ഫ്രഷേഴ്സ് ഡേക്ക് ടാസ്ക് കിട്ടിയതാണ്. അപ്പോൾ അവൾ എൻ്റെ അലക്സിനെ പ്രപ്പോസ് ചെയ്തു. അവനത് വാങ്ങുകയും ചെയ്തു. അവളുടെ കണ്ണുകളിൽ ഏഞ്ചലിനോടുള്ള ദേഷ്യം നിറഞ്ഞു. നീ ആശിക്കുന്നതും ഞാൻ ആശിക്കുന്നതും നമ്മുടെ കയ്യിൽ വരും ആൻ. നമ്മൾ ആശിക്കുന്നത് ഇതുവരെ നമ്മുടെ കയ്യിൽ എത്താതെ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. കുറച്ച് പുച്ഛത്തോടെയാണ് ആൻ പറഞ്ഞത്. അതിൽ അഹങ്കാരം നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. അവളെ കുറച്ച് നാളായി സായുജിൻ്റെ കൂടെ കാണുന്നു. വാഗമരച്ചുവട്ടിലും ലൈബ്രറിയിലും എനിക്കങ്ങോട്ട് അത് പിടിക്കുന്നില്ല. ഞാനൊന്ന് അടുക്കലേക്ക് ചെല്ലുമ്പോൾ ദേഷ്യപ്പെടുന്ന ആളാണ് അവളെ കാണുമ്പോൾ ചെടിയോടെ സംസാരിക്കുന്നത്. ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തി ശിഖ പറഞ്ഞു. കുറച്ചുകൂടി തണുപ്പ് വേണമായിരുന്നു. അതെന്നാത്തിനാ ലച്ചു? റസു ചോദിച്ചു. അല്ലെന്നേ, ഭയങ്കര ചൂടല്ലേ, അപ്പോൾ കുറച്ചുകൂടി തണുപ്പ് ഈ ഐസ്ക്രീമിന് വേണമായിരുന്നു, ലച്ചു പറഞ്ഞു. ഓ അങ്ങനെ, ഏഞ്ചൽ പറഞ്ഞു. നമുക്കെന്നാൽ പോയാലോ വീട്ടിലേക്ക്? മിന്നു ചോദിച്ചു. പോകാം. സമയം 3 ഏഞ്ചൽ വാച്ചിൽ നോക്കി പറഞ്ഞു. എന്നാൽ കമോൺ, ലച്ചു പറഞ്ഞു. ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നിട്ടും ബസ് വരുന്നതേ ഉണ്ടായില്ല. അപ്പുറത്തെ സൈഡിൽ കൂടി ബസ് പോകുന്നുണ്ട്. ഇതെന്താ ബസ് വരാത്തത്? ലച്ചു ചോദിച്ചു. വരും ലച്ചു, റസു അവളോട് പറഞ്ഞു. കാല് വേദനിക്കുന്നു, ലച്ചു പറഞ്ഞു. ഞങ്ങൾക്കും വേദനയുണ്ട്, ഏഞ്ചൽ പറഞ്ഞു. അല്ലാത്തപ്പോൾ ബസ് ഇഷ്ടം പോലെ കാണുന്നതാണ്, മിന്നു ബസ് വരുന്ന സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേ വരുന്നുണ്ട്, ലച്ചു വിളിച്ചു കൂവി പറഞ്ഞു. ഒച്ച എടുക്കാതെ പെണ്ണേ, നടു റോഡാണ്, മിന്നു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ലച്ചു അത് ഓർക്കുന്നത്. തങ്ങൾക്ക് ചുറ്റിനും നിന്നവർ തന്നെ നോക്കുന്നു. പക്ഷേ ഇത് തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ അവിടെ വന്ന ബസ്സിൻ്റെ അകത്തേക്ക് അവൾ ഓടിക്കയറി. ലച്ചു കയറിയിട്ടും അവർ കയറിയില്ല. നിങ്ങളെന്താ കയറാത്തത്? വേഗം കയറി, കുറേ സീറ്റുണ്ട്, റസു അവളെ കൈ കാണിച്ച് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അവൾ എന്താ എന്ന അർത്ഥത്തിൽ അവരെ നോക്കി. ഏഞ്ചൽ ഇറങ്ങാനായി ആംഗ്യം കാണിച്ചു. അവൾ നടന്ന് പടിയിൽ വന്ന് നിന്നു. എന്താ? ലച്ചു അവരോട് ചോദിച്ചു. ഇത് നമ്മുടെ അങ്ങോട്ട് പോകാത്ത ബസ്സാ, ഇത് വേറെ റൂട്ടാ, ഹിമ പറഞ്ഞു. പാവം ലച്ചു പ്ലിങ്ങിയ അവസ്ഥയിൽ ഇറങ്ങി വന്നു. നോക്കിയിട്ട് കയറണ്ടേ ലച്ചു, റസു പറഞ്ഞു. അത് പെട്ടെന്ന് അവരൊക്കെ നോക്കിയപ്പോൾ ഓടിക്കയറിയതാ, ലച്ചു പറഞ്ഞു. സാരമില്ല, മിന്നു സമാധാനിപ്പിച്ചു. ദേ നമ്മുടെ കാർ വരുന്നു, ലച്ചു കൈ ചൂണ്ടി പറഞ്ഞു. ലച്ചു സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു. എന്താ ലച്ചു ഇങ്ങനെ നോക്കണേ? നിന്റെ കണ്ണിന് എന്തു പറ്റി? ഏഞ്ചൽ ചോദിച്ചു. എൻ്റെ കണ്ണിന് ഒന്നും പറ്റിയില്ല ഏഞ്ചലെ, ഒന്ന് ഉറപ്പ് വരുത്തിയതാ. അത് കേട്ടതോ അവർക്ക് ചിരി വന്നു. നിർത്തിക്കോ ചിരി, ലച്ചു കുറച്ച് കലിപ്പിട്ടു. കലിപ്പാവാതെ, റസു പറഞ്ഞു. അവരുടെ മുന്നിൽ ആ കാർ വന്നു നിന്നു. കയറുന്നില്ലേ? ശ്രീ ചോദിച്ചു. ലച്ചു ബാക്കിൽ കയറിയിരുന്നു. നിങ്ങളും കയറിക്കോളൂ, നിങ്ങളുടെ സ്റ്റോപ്പിൽ ഇറക്കാം. അത് വേണ്ട സാർ, ഞങ്ങൾ ബസ്സിൽ പോയിക്കോളാം, ഏഞ്ചൽ പറഞ്ഞു. ദേ മര്യാദക്ക് കയറിക്കോ, ലച്ചു പറഞ്ഞു. വാ ഒന്ന്, മിന്നുവും കൂടി വിളിച്ചപ്പോൾ അവർ കയറി. മിന്നുവും ഏഞ്ചലും റസുവും ബാക്കിൽ കയറി. ഹിമു കയറ്, റസു പറഞ്ഞു. നീങ്ങിയിരിക്കുക, ഹിമ റസുവിനോട് പറഞ്ഞു. ഫ്രണ്ടിലിരിക്കുക ഹിമു. മിന്നു പറഞ്ഞത് കേട്ട് അവൾ ഡോർ തുറക്കാൻ പോയതും ബാക്കിൽ നിന്നൊരു പൈക്ക് ഹോൺ അടിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. ഏട്ടൻ. അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. അവൻ ചെറുചിരിയോടെ അവളെ അരികിലേക്ക് വിളിച്ചു.
ഏട്ടൻ വിളിക്കുന്നുണ്ട്, നിങ്ങൾ പൊയ്ക്കോ, ഹിമ പറഞ്ഞു. എങ്കിൽ ശരി, നീ ചെല്ല്, മിന്നു പറഞ്ഞു. ടാറ്റാ, ലച്ചു കൈവീശി കാണിച്ചു. ഹിമയും തിരികെ കൈവീശി കാണിച്ചു. ഹിമ ശ്രീയെ നോക്കി. അവിടെ ഒരു ഭാവവും ഇല്ല. അവൾ ഉടൻ തന്നെ സായുവിൻ്റെ അരിയിലേക്ക് നടന്നു. ഇവിടെ ഇങ്ങനെ നിൽക്കാനാണോ? പോകണ്ടേ വീട്ടിലേക്ക്? അവൻ കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചു. പോകാനായിട്ടാ, ഹിമ പറഞ്ഞു. എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്താ മോളെ, കണ്ണ് നിറഞ്ഞല്ലോ? അവൻ മിററിൽ കൂടി നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു. സന്തോഷം കൊണ്ട അവനൊരു പുഞ്ചിരി അവൾക്ക് നൽകി. അത് അവളിലേക്കും വ്യാപിച്ചു. അവൾ ബൈക്കിൽ കയറിയത് കണ്ടതും ശ്രീ കാർ സ്റ്റാർട്ടാക്കി. ഏട്ടന് സങ്കടമായി കാണുമോ? ലച്ചു മിന്നുവിൻ്റെ കാതോരം ചോദിച്ചു. കുറച്ചായി കാണും. ബൈക്ക് തങ്ങളുടെ സൈഡിൽ വന്നതും മിന്നു അവനെ ഒന്ന് നോക്കി. അതിനു മുമ്പ് ശ്രീ കാർ സ്പീഡ് കൂട്ടി. മര്യാദക്ക് കണ്ടുകൂടിയില്ല. മനസ്സിൽ പറഞ്ഞതാണെങ്കിലും അത് കുറച്ച് ഉറക്കെയായിപ്പോയി. ആരെ കണ്ടില്ലെന്ന് ലച്ചു ചോദിച്ചു. ഹിമുവിനെ, മിന്നു പറഞ്ഞു. ഓ അങ്ങനെ. സർ, ഇവിടെ നിർത്തിയാൽ മതി, ഏഞ്ചൽ പറഞ്ഞു. അവൻ അത് കേട്ടതും കാർ നിർത്തി. ഇതിലേതാ ഏഞ്ചലിൻ്റെ വീട്? ദേ അതാണ് സാർ. അവൾ അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിച്ചു. കയറുന്നുണ്ടോ? അവൾ അവരോട് ചോദിച്ചു. ഏയ്, പിന്നെ ഒരിക്കലാവാ, നീ ചെല്ല്, മിന്നു പറഞ്ഞു. ആ ശരി. റസു, നിൻ്റെ വീട് ഹിമുവിൻ്റെ വീടിൻ്റെ അടുത്താണോ? ലച്ചു റസുവിനോട് ചോദിച്ചു. ആ അതെ, റസു പറഞ്ഞു. റസു പറയാതെ തന്നെ അവരുടെ സ്റ്റോപ്പിൽ ശ്രീ വണ്ടി നിർത്തി. ഇതെന്താ ഇവിടെ നിർത്തിയത്? ലച്ചു ചോദിച്ചു. ഇവിടെയാ എൻ്റെ വീട്, കുറച്ച് നടന്നാൽ മതി, റസു അവളോട് പറഞ്ഞു. അതിന് നീ ശ്രീയേട്ടനോട് പറഞ്ഞില്ലല്ലോ. ശ്രീയേട്ടന് അറിയാമോ? ലച്ചു ചോദിച്ചു. ആ അറിയാം, ശ്രീ ഗൗരവത്തോടെ പറഞ്ഞു. എങ്കിൽ ശരി, റസു പറഞ്ഞു. ടാറ്റാ, ലച്ചു അവൾക്കും കൈവീശി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ടാറ്റാ, റസു തിരിച്ചു പറഞ്ഞു. ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും ശ്രീയും മിന്നുവും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് രണ്ടുപേരുടെയും മുഖം മങ്ങി. അവർ പ്രതീക്ഷിച്ചവരല്ലായിരുന്നു അത്. ഏട്ടാ, വണ്ടി എടുക്ക്, ലച്ചു പറഞ്ഞു. ആ. ബേക്കറിയുടെ മുന്നിൽ വണ്ടി നിർത്തിയ സായുജിനെ ഹിമ കണ്ണാടിയിൽ കൂടി നോക്കി. എന്താ ഏട്ടാ എവിടെ നിർത്തിയത്? അവൾ ചോദിച്ചു. ഇറങ്ങ്, സായുജ് പറഞ്ഞു. നിനക്ക് എന്താ അമ്മ വേണ്ടത്? അവിടെയുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് അവൻ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. അവൻ്റെ ആ വിളിയിൽ ഞെട്ടലോടെ ഇരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ആ വിളി അവളെ ഒത്തിരി സന്തോഷം നിറച്ചു. ഏട്ടൻ സ്നേഹത്തോടെ വിളിച്ചിരുന്നതായിരുന്നു. അന്നുണ്ടായ പ്രശ്നത്തിൽ താനും അമ്മയുമായും ഏട്ടൻ കുറച്ചകന്നിരുന്നു. ഇടയ്ക്ക് മിണ്ടിയാൽ മിണ്ടി, അത്രമാത്രം. 2 ചോക്ലേറ്റ് ഷേക്ക്. അവളൊന്നും പറയാഞ്ഞതിനെ തുടർന്ന് അവൻ തന്നെ പറഞ്ഞു. അപ്പോൾ തൻ്റെ ഇഷ്ടങ്ങൾ ഏട്ടൻ മറന്നിട്ടില്ല. എന്തിനായിരുന്നു ഏട്ടാ ഇങ്ങനെ സ്വയം വേദനിച്ചും പുറമെ ഒരുപാട് ദേഷ്യത്തോടെയും നടന്നത്? കുടിക്കണില്ലേ? അവൻ ചോദിച്ചു. ആ. അവൾ ഏട്ടൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. മുൻപത്തെ ദേഷ്യമില്ല, ശാന്തമായ പ്രകൃതം. ഇതിനൊക്കെ മിന്നുവാണ് കാരണം. അവൾക്ക് മിന്നുവിനോട് ഒരുപാട് സ്നേഹം തോന്നി. വീട്ടിൽ ചെന്നതും മേശയുടെ ഡ്രോയറിൽ നിന്നും മിന്നു അവളുടെ പ്രിയപ്പെട്ട ഡയറി എടുത്തു. അതിൽ ഇന്ന് അവനുമായുണ്ടായ കാര്യങ്ങൾ എഴുതുമായിരുന്നു മിന്നു. കുറച്ച് സമയം അവൻ്റെ കൂടെ ഇരുന്നപ്പോൾ തന്നെ അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഉണ്ടായത്. വീട്ടിൽ ചെന്നിട്ടും അവൻ്റെ മനസ്സ് നിറയെ മിന്നുവിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അവൻ മിന്നുവിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. താൻ തല്ലിയിട്ടു. അതിൻ്റെ ഒരു ദേഷ്യവുമില്ലാതെ പിറ്റേ ദിവസം തന്നെ തന്നോട് വന്ന് സംസാരിച്ചു. പിന്നെയും തന്നെ കാണുമ്പോൾ ആ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകും. നിന്നിലെ പുഞ്ചിരി കാണുമ്പോൾ എന്നിലും പുഞ്ചിരി വിരിയുന്നത് എന്തുകൊണ്ടാണ്? നീ കൂടെയുള്ളപ്പോൾ എന്നിലെ ദേഷ്യം എങ്ങോട്ടോ മാറി മറയുന്നു. ഇന്നിപ്പോൾ എൻ്റെ വേദന നീ മനസ്സിലാക്കുകയും എനിക്കൊരു വഴികാട്ടി ആവുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് നിന്നെക്കുറിച്ചൊന്നും അറിയില്ല മിന്നു, എങ്കിലും ഞാനും ആസ്വദിക്കുന്നുണ്ട് നിന്നോടൊപ്പമുള്ള നിമിഷങ്ങൾ. അതെനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുമുണ്ട്. അമ്മേ. അടുക്കളയിൽ പാചകത്തിലായിരുന്ന ആ സ്ത്രീ ആ വിളി കേട്ടതും ഒരു നിമിഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. തൻ്റെ മകൻ ഒരുപാട് നാളുകൾക്ക് ശേഷം തന്നെ അമ്മയെന്ന് വിളിച്ചിരിക്കുന്നു. മോനെ. അവൻ അമ്മയുടെ അടുക്കൽ വന്ന് അമ്മയുടെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ചു. എന്നോട് ക്ഷമിക്കമ്മേ, ഞാൻ നിങ്ങളിൽ നിന്നും അകലാൻ പാടില്ലായിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്ന ആ പ്രസ്ഥാനം അച്ഛനും അമ്മയും ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഞാനല്ലാതെ ആയിപ്പോയി. അത്രയ്ക്ക് ഞാൻ അതിഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ
ഇന്നിപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളാണ് എനിക്ക് വലുതെന്ന്. ഇനി എന്തൊക്കെ വന്നാലും ഒന്നിനു വേണ്ടിയും ഞാൻ നിങ്ങളെ വേദനിപ്പിക്കില്ല. ഇത് അമ്മയുടെ സച്ചുവിൻ്റെ വാക്കാണ്. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു, ഒപ്പം അവൻ്റെയും. ഇനി എൻ്റെ അമ്മയുടെ കണ്ണ് നിറയാൻ ഈ മകൻ സമ്മതിക്കില്ല. എനിക്ക് വേണം നിങ്ങളെയൊക്കെ, കൂടെ നിങ്ങളുടെ സ്നേഹവും. അമ്മയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. മിന്നു, ഏട്ടനിപ്പോൾ നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ അമ്മയോട് സംസാരിച്ചതേ ഉള്ളൂ. നീ എന്താ ഏട്ടനോട് പറഞ്ഞത്? ഫോൺ കോളിലൂടെ അവൾ ചോദിക്കുമ്പോൾ അവളുടെ സംസാരത്തിൽ അതിശയം നിറഞ്ഞു നിന്നിരുന്നു. അവൾ അവനോട് പറഞ്ഞതൊക്കെ ഹിമയോട് പറഞ്ഞു, കൂടെ അവൻ പറഞ്ഞതും. അത് കേട്ടതും ഹിമയുടെ കണ്ണുകൾ നിറഞ്ഞു. താനെങ്കിലും ഒന്ന് ഏട്ടനോട് സംസാരിക്കണമായിരുന്നു. അതെങ്ങനെയാ? ആ ദേഷ്യം കണ്ടാൽ ജീവനിൽ കൊതിയുള്ള ആരും അടുത്തേക്ക് ചെല്ലില്ല. അത്രയ്ക്കുണ്ടായിരുന്നു ദേഷ്യം. എന്നാലും ഒന്ന് അടുക്കൽ ചെല്ലണമായിരുന്നു. മനസ്സിൽ എന്തെന്ന് അറിയാൻ ശ്രമിക്കണമായിരുന്നു. പാവം തന്നെ ഏട്ടൻ ഇത്രയും നാളും എല്ലാം മനസ്സിലൊതുക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു. ഹിമു, നീ കരയുവാണോ? എന്തിനാ ഹിമു കരയണത്? എല്ലാം ശരിയായില്ലേ? കണ്ണു തുടക്ക്. മിന്നുവിന് മനസ്സിലായിരുന്നു ഹിമു ഒന്നും മിണ്ടാഞ്ഞപ്പോൾ അവൾ കരയുകയാണെന്ന്. എനിക്കറിയില്ല മിന്നു, നിന്നോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിനൊന്നും നന്ദി പറഞ്ഞാൽ മതിയാവില്ല. മിന്നുവിനെ അവളും മനസ്സിലാക്കുകയായിരുന്നു. താൻ മൗനമായി കരഞ്ഞിട്ടോ അവൾക്ക് മനസ്സിലായി. തന്നെ ഇത്ര പെട്ടെന്ന് മിന്നു മനസ്സിലാക്കിയതോർത്ത് ഹിമയ്ക്ക് അത്ഭുതം തോന്നി.